അതിർത്തികളിൽ പരിശോധന കർശനമാക്കി കർണാടക. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് അതിർത്തി കടക്കാൻ അനുമതി. തലപ്പാടിയിൽ കർണാടകം സ്ഥാപിച്ച കോവിഡ് പരിശോധനാ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തി. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് കർണാടകം നിയന്ത്രണം കർശനമാക്കിയത്. 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് അതിർത്തി കടത്തിവിടുന്നത്. കർണാടകത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് രാവിലെ അതിർത്തി കടക്കാൻ ഇളവ് നൽകിയിരുന്നു. എന്നാൽ ദക്ഷിണ കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ KV രാജേന്ദ്ര IAS അടക്കമുള്ള ഉദ്യോഗസ്ഥർ തലപ്പാടിയിലെത്തി നിയന്ത്രണം കർശനമാക്കാൻ നിർദ്ദേശിച്ചു. ഇതോടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരോട് മടങ്ങാൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ തലപ്പാടിയിൽ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ സൗജന്യ കോവിഡ് പരിശോധനാ കേന്ദ്രം താൽക്കാലികമായി നിർത്തിവച്ചത് പ്രതിഷേധത്തിനിടയാക്കി. മഞ്ചേശ്വരം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. കളക്ടർ തലത്തിൽ ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ഞങ്ങൾ ഇന്നലെയും ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിവിടെ RT-PCR ചെക്ക് ചെയ്ത് വിടുള്ളൂ, ആരെയും തിരിച്ചയക്കൂല. ഇന്ന് രാവിലെ DC-യും കമ്മീഷണറും വന്നിട്ട് ഇവിടെ ആരെയും കയറ്റിവിടുന്നില്ല. ഒരു രീതിയിലും മാന്യമായ രീതിയിൽ ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ പോലും സംസാരിക്കാതെ അപമര്യാദയായാണ് ഇവിടെ വരുന്ന ആൾക്കാരോട് പെരുമാറുന്നത്. തീർച്ചയായും ഈ നിയമം ഇവർ പിൻവലിച്ചില്ല എങ്കിൽ മണിക്കൂറുകൾക്കകം കർണാടകയിൽ നിന്ന് വരുന്ന മുഴുവനും ഗാഡിയെ ഞങ്ങൾ തടയും. നിയന്ത്രണത്തെ തുടർന്ന് KSRTC ബസ്സുകൾ തലപ്പാടി വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ അതിർത്തിയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാടും. കോയമ്പത്തൂർ, തേനി ജില്ലകളിൽ ഇന്നു മുതലും ഓഗസ്റ്റ് 5 മുതൽ സംസ്ഥാനമൊട്ടാകെയും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. പാസ് എടുത്തവരെ മാത്രമേ ഇന്ന് രാവിലെ മുതൽ വാളയാർ അതിർത്തി കടത്തിവിടുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ ഹാജരാക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. 1 ഡോസ് വാക്സിൻ എടുത്തവർക്ക് വാക്സിൻ എടുത്ത് 14 ദിവസത്തിന് ശേഷം അനുമതി നൽകും. ഞാൻ കോയമ്പത്തൂർ അവിടെ ഗോൾഡിന്റെ വർക്കായിട്ട് പോയി. നമ്മൾ എല്ലാ ദിവസവും പാസ് എടുത്തിട്ടാണോ പോവാറ്? ഇല്ല, നമ്മൾ എപ്പോഴെങ്കിലും വരാറുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യമായിട്ട് വന്നതാണ്. ഇല്ല, പാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. വയനാട്ടിലും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ കോവിഡ് പരിശോധന കർശനമാക്കി. കർണാടക അതിർത്തിയിൽ ബാവലി, കുട്ട, മൂലഹള്ള ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന. തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളായ താളൂർ, ചോലാടി, നമ്പ്യാർകുന്ന്, പാട്ടവയൽ അതിർത്തികളിൽ പരിശോധനയുണ്ട്. ബുധനാഴ്ച അവസാനിക്കുന്ന PSC റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റാങ്ക് പട്ടികയിലെ എല്ലാവരെയും നിയമിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉദ്യോഗാർത്ഥികളോട് സർക്കാർ പകവീട്ടുകയാണെന്നും സംസ്ഥാനത്ത് നിയമന നിരോധനത്തിന് സർക്കാർ കോപ്പുകൂട്ടുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാനുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി മുഴുവൻ റാങ്ക് പട്ടികകൾക്കും ബാധകമാക്കണമെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ ഷാഫി പറമ്പിന്റെ ആവശ്യം. സഹ്യപർവ്വതത്തിനൊപ്പം ഉയരമുണ്ടായിരുന്ന കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റു പലതും സംരക്ഷിക്കപ്പെടാനുള്ള കേന്ദ്രമായി PSCയെ മാറ്റാൻ സർക്കാർ അനുവദിക്കരുത്. അത് പാർട്ടി സർവീസ് കമ്മീഷനാക്കാൻ അനുവദിക്കരുത്. കേരളത്തിൽ അപ്രഖ്യാപിത നിയമന നിരോധനത്തിനാണ് സർക്കാർ കോപ്പുകൂട്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ് സാർ. കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി നിയമനം നടന്നു കഴിഞ്ഞു. ഇനി നീട്ടി നൽകാനാകില്ലെന്നും മുഖ്യമന്ത്രി. LGS റാങ്ക് പട്ടിക നീട്ടാനുള്ള ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ PSC അപ്പീൽ പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എത്രയോ മടങ്ങ് ആളുകളാണ് പുറത്ത് തൊഴിൽ ആഗ്രഹിച്ച് വരുന്നവർ. അതുകൊണ്ട് തന്നെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകുക എന്ന അശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. റാങ്ക് പട്ടിക 6 മാസം നീട്ടിയതിന്റെ ഒരു പ്രയോജനവും ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയില്ലെന്നും അനുകമ്പയോടെ ഉദ്യോഗാർത്ഥികളെ കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശത്രുക്കളായി അവരെ കാണരുത്, മക്കളായി അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് തയ്യാറാണ്. ശത്രുതാ മനോഭാവത്തോടു കൂടി, പ്രതികാര മനോഭാവത്തോടു കൂടി അവരോട് പെരുമാറുകയും ഉദ്യോഗാർത്ഥികളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണാൻ കണ്ണും കാതുമില്ലാത്ത ഈ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം.
PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ്. മുടിമുറിച്ചായിരുന്നു വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. CM പറഞ്ഞ 15% വനിതാ സംവരണം പോലീസിൽ ഉണ്ടാവുന്നുള്ള ആ ഒരു ഉറപ്പിൽ, ആ ഒരു വാക്കിൽ വിശ്വസിച്ച് ഇപ്പോഴും ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. 1400ഓളം പേരെ പ്രതിനിധികളായിട്ട്. ഞങ്ങൾക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. ഇത്രയും നാൾ ഞങ്ങൾ വനിതകളായിട്ട് പോലും ഞങ്ങളുടെ പരിമിതിയിൽ നിന്ന് ഇവിടെ 15ാമത്തെ ദിവസമാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇവിടെ കിടന്ന് മരിക്കാൻ വരെ തയ്യാറാണ്. ഞങ്ങളിപ്പോൾ നാളത്തെ ആ ഒരു കോടതി വിധിയിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ തെരുവിൽ കിടക്കണം, അല്ലാതെന്താ. ഞങ്ങൾ ഇത്രയും നാൾ ഈ ഫിസിക്കലൊക്കെ താണ്ടി ഇത്രയും കഷ്ടപ്പെട്ട്, അറിയാലോ പെൺകുട്ടികൾക്ക് പല പരിമിതികളും ഉണ്ട്. ഇപ്പോൾ പോലും ഈ കൊറോണയുടെ സാഹചര്യത്തിൽ മക്കളെയും പിന്നെ വൃദ്ധന്മാരൊക്കെ ഉണ്ട് വീട്ടിൽ. എല്ലാവരുടെയും കെയർ ചെയ്യാതെ നമ്മൾ ഇറങ്ങി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് ഇത് കിട്ടുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ്. അതേസമയം LGS റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ PSC ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുക പ്രായോഗികമല്ല എന്നാണ് PSC ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് ചേർന്ന PSC യോഗത്തിലാണ് അപ്പീൽ നൽകാനുള്ള തീരുമാനം. വിവരങ്ങളുമായി SS ശരൺ തിരുവനന്തപുരത്ത് ചേരുന്നു. ശരൺ, ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിന് ന്യായീകരണങ്ങളുമുണ്ട്. എങ്ങനെയായിരിക്കും സമരക്കാർ മുന്നോട്ട് പോവുക? ഏത് വിധത്തിൽ, എത്ര മനപ്രയാസത്തിലാണ് അവർ? PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാക്കിയത്. അതായത് രണ്ട് വിഭാഗം ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധിക്കുന്നത്. ഒന്ന് വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സാണ്. തൊട്ടപ്പുറത്ത് തന്നെ LGS ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും തുടരുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിലപാട് ആവർത്തിച്ചതിന് തൊട്ടു പിന്നാലെ ഈ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് കടുത്ത സമരമാർഗങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. പ്രധാനമായും അവർ 4 ഉദ്യോഗാർത്ഥികൾ മുടി മുറിച്ചാണ് വലിയ പ്രതിഷേധം അറിയിച്ചത്. ഇതോടൊപ്പം തന്നെ ഈ ഉദ്യോഗാർത്ഥികളെല്ലാം മാർച്ച് നടത്തുകയുണ്ടായി. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഒപ്പം തന്നെ LGS ഉദ്യോഗാർത്ഥികൾ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് അടുത്ത മാസം 29ാം തീയതി വരെ LGS റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് PSC. ഇന്ന് രാവിലെയാണ് PSC യോഗം ചേർന്ന് അത്തരത്തിൽ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചത്. ഏറെ വൈകാതെ തന്നെ ഹൈക്കോടതിയിൽ അവർ അപ്പീൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും വലിയ പ്രതിഷേധമാണ് LGS ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ, അതായത് പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് വരെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സും ശക്തമായ സമരവുമായി നിലകൊള്ളുന്നത്. ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 3-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതിനുശേഷം നാളെ അവസാനിക്കാനിരുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 ദിവസം മാത്രമാണ് നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസം, കുറഞ്ഞത് 6 മാസമെങ്കിലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും അവസാന നിമിഷമെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ കടുത്ത സമരമാർഗങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, നന്ദി ശരൺ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. മന്ത്രി B. ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഇന്നും പ്രതിഷേധമുണ്ടായി. സഭയിൽ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. നിയമസഭയിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് നടത്തി. ഇന്റർനെറ്റിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സർക്കാരിനെതിരെയുള്ള ഏജൻസികൾ, സ്വകാര്യ വ്യക്തികൾ. ഈ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യമായാണ് മന്ത്രി V. ശിവൻകുട്ടി സഭയിലെത്തിയത്. ചോദ്യോത്തരവേളയിൽ മന്ത്രി മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷവും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇനിയും ഡിജിറ്റൽ ഉപകരണങ്ങളില്ലാതെ കുട്ടികളെ കണ്ടെത്തുന്നതിനായി സംസ്ഥാനതല ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ശിവൻകുട്ടിക്കെതിരെ ഉയർത്തിയ ബാനർ ചട്ടവിരുദ്ധമാണെന്നും നീക്കം ചെയ്യണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യം നമ്പർ 212. ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം സ്വന്തം സ്കൂൾ അധികൃതർ PTA SMSC തുടങ്ങിയവരുടെ സഹകരണത്തോടെ 1 ലക്ഷത്തിൽ പരം ലഭ്യമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഓൺലൈൻ ഉന്നത്തിന് ആവശ്യമായ ശിവൻകുട്ടി ഉത്തരം പറയാൻ എഴുന്നേറ്റപ്പോഴൊക്കെ പ്രതിപക്ഷം ബഹളം തുടർന്നു. ഇതിനിടെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ സംഘടനകൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി.
മഹിളാ മോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, KSU പ്രവർത്തകരും മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാദ റവന്യൂ ഉത്തരവ് കർഷകർക്ക് വേണ്ടിയാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും മരക്കച്ചവടക്കാർക്ക് വേണ്ടി CPI ഇടപെട്ടതിന് തെളിവ്. ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ ടിംബർ മർച്ചന്റ് അസോസിയേഷന് വേണ്ടി CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ് കാനം രാജേന്ദ്രന് നൽകിയ കത്താണ് പുറത്തായത്. എന്നാൽ കത്ത് നൽകിയ കാര്യം CPI ജില്ലാ സെക്രട്ടറി നിഷേധിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2020 ഒക്ടോബർ 24 റവന്യൂ വകുപ്പ് ഇറക്കിയ വിവാദ ഉത്തരവിന്റെ മറവിൽ സംസ്ഥാനത്ത് കോടികളുടെ മരംകൊള്ള നടന്നിരുന്നു. റവന്യൂ വകുപ്പ് കൈയാളുന്ന CPI പ്രതിക്കൂട്ടിലായപ്പോൾ കർഷകർക്ക് വേണ്ടിയാണ് ഉത്തരവിറക്കിയെന്ന് പറഞ്ഞ് പാർട്ടി തലയൂരി. എന്നാൽ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ നിലമ്പൂരിലെ സ്വതന്ത്ര ടിംബർ മർച്ചന്റ് അസോസിയേഷന് വേണ്ടി CPI ഇടപെട്ടുവെന്നതിന്റെ തെളിവാണിപ്പോൾ പുറത്തുവരുന്നത്. ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര ടിംബർ മർച്ചന്റ് അസോസിയേഷൻ നൽകിയ കത്ത് CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് കൈമാറുകയായിരുന്നു. വിവാദ ഉത്തരവ് വരുന്നതിൻ്റെ ഒരു മാസം മുമ്പ്, അതായത് 2020 സെപ്റ്റംബർ 11 മലപ്പുറം ജില്ലാ സെക്രട്ടറി കാനം രാജേന്ദ്രന് കത്ത് നൽകിയത്. അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നായിരുന്നു കത്തിൽ പറയുന്നത്. എന്നാൽ ഇങ്ങനൊരാവശ്യം ഉന്നയിച്ച് താൻ കത്ത് നൽകിയിട്ടില്ലെന്നും തൻ്റെ ഒപ്പ് ആരോ ദുരുപയോഗം ചെയ്തതാണെന്നും CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ് പറഞ്ഞു. ഇല്ല, ഞാനിപ്പോ എന്നെ ഒരാൾ കത്തയച്ചു തന്നു. അത് ഞങ്ങളുടെ കത്തല്ല, അത് എന്തോ മിസ്യൂസ് ചെയ്താണ്. അയച്ചിട്ടില്ല, കത്തയച്ചിട്ടില്ല. അത് കള്ളൊപ്പാവില്ല. ചിലപ്പോ വേറെ ഏതെങ്കിലും കത്ത് കൊടുത്തിട്ട് മിസ്യൂസ് ചെയ്യാനാണ് സാധ്യത. ഞാനിപ്പോ അറിഞ്ഞോണ്ടേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. KSU പ്രവർത്തകർ തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് മുമ്പാകെ മാർച്ച് നടത്തുകയാണ്. പോലീസ് അവരെ കസ്റ്റഡിയെടുത്ത് നീക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. പ്രശസ്ത തെന്നിന്ത്യൻ ഗായിക കല്യാണി മേനോൻ അന്തരിച്ചു. അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവർ. നിരവധി മലയാളം, തമിഴ് സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വിയറ്റ്നാം കോളനിയിലെ പവനരച്ചെഴുതിയ ഋതുഭേദ കൽപ്പന, ലാപ്ടോപ്പിലെ ജലശയ്യയിൽ തളിരമ്പിളി, 96-ലെ കാതലേ കാതലേ തുടങ്ങിയ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചു. ഇളയരാജ, MS വിശ്വനാഥൻ, AR റഹ്മാൻ എന്നിവർക്കൊപ്പം നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചു. എറണാകുളം സ്വദേശിയാണ്. വിവരങ്ങളുമായി ഗ്രീഷ്മ S നായർ ചേരുന്നു. ഗ്രീഷ്മ, വലിയ ഹിറ്റുകൾ മലയാളിക്ക് ഓർത്തെടുക്കാവുന്ന ഒരുപാട് ഗാനങ്ങൾ നൽകിയ ആളാണ് കല്യാണി മേനോൻ. പ്രശസ്ത ഛായാഗ്രാഹകനായ രാജീവ് മേനോൻ്റെ അമ്മ കൂടെയാണ്. എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് മരണമുണ്ടായത്? വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, പക്ഷാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പസമയത്തിന് മുമ്പാണ് അന്ത്യം സംഭവിച്ചത്. നിരവധി ഗാനങ്ങൾ കല്യാണി മേനോന്റേതായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പേര് മലയാള സിനിമയിലോ അല്ലെങ്കിൽ തമിഴ് സിനിമയിലോ അത്രത്തോളം സാധാരണക്കാരിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ അവർ ആലപിച്ച ഗാനങ്ങളൊക്കെ തന്നെ എക്കാലത്തും ഹിറ്റാണ്. 1977 രാമു കാര്യാട്ടിന്റെ ദീപ് എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. പിന്നീട് തമിഴിലും മലയാളത്തിലുമായി നിരവധി ഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ട്. ഏറ്റവും
ഒടുവിലായി 96-ലെ കാതലെ കാതലെ വരെയുള്ള ഗാനങ്ങൾ അവരാണ് ആലപിച്ചത്. അലൈപ്പായുധയിലെ നിരവധി ഹിറ്റ് ഗാനങ്ങളും കല്യാണി മേനോൻ ആലപിക്കുകയുണ്ടായി. AR റഹ്മാനോടൊപ്പമുള്ള മിക്ക ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഈ പേര് സാധാരണക്കാരിലേക്ക് എത്താത്തതിൽ വളരെയധികം വിഷമവും കല്യാണി മേനോൻ ഈ കഴിഞ്ഞ കാലത്തു കൂടി ഉള്ള ഇന്റർവ്യൂകളിൽ പങ്കുവെക്കുകയുണ്ടായി. അല്പസമയം മുമ്പാണ് ചെന്നൈയിൽ അന്ത്യം സംഭവിച്ചത്. സനീഷ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ രാജീവ് മേനോൻ മകനാണ്. നിരവധി ചിത്രങ്ങളിൽ ഗാനങ്ങൾ. ശരി, നന്ദി ഗ്രീഷ്മ. വിവരങ്ങൾക്ക്. കല്യാണി മേനോൻ അന്തരിച്ചു. വലിയ ഗാനങ്ങളും സിനിമകളും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാവുന്ന പേര് തന്നെയാണ് കല്യാണി മേനോൻ്റേത്. അവരുടെ മകൻ രാജീവ് മേനോൻ മണിരത്നത്തിൻ്റെ ബോംബെയുടെ തടക്കം ഛായാഗ്രാഹകനായിരുന്നു. അദ്ദേഹം പിന്നീട് അരവിന്ദ് സ്വാമി അഭിനയിച്ച് വന്ന സിനിമകളിലെ ചില ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ രാജീവ് മേനോനെയായിരുന്നു മണിരത്നം ആദ്യം തേടിയിരുന്നത്. ആ നിലക്ക് ആ കുടുംബത്തെ തന്നെയും ഈ തെന്നിന്ത്യൻ സിനിമാ മേഖലയ്ക്ക് നല്ല നിലക്ക് അറിയുന്നതാണ്. കല്യാണി മേനോൻ്റെ പാട്ടുകൾ വലിയ ഹിറ്റുകളായിട്ടുമുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ആരോഗ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തും. വാക്സിൻ എടുത്തവരിലെ രോഗബാധിതരുടെ പ്രത്യേക കണക്കെടുക്കാൻ കളക്ടർ നവ്ജോത് ഖോസയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംഘം നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വിശദാംശങ്ങൾ എന്താണ്? 9 ജില്ലകളിലെയും അവലോകന യോഗത്തിന് ശേഷമാണ് കേന്ദ്ര സംഘം തിരുവനന്തപുരത്തെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയത്. തിരുവനന്തപുരത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കോവിഡ് വ്യാപനം കുറച്ചു കൊണ്ടുവരാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ മറ്റ് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്ത് കോവിഡ് 2 ഡോസും കോവിഡ് വാക്സിനെ 2 ഡോസും എടുത്തവരിൽ കോവിഡ് വീണ്ടും വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേക പഠനം ഇക്കാര്യത്തിൽ നടത്തണം എന്നുള്ള കാര്യവും കേന്ദ്ര സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ആരോഗ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായുള്ള യോഗം. 3 മണിക്ക് ചീഫ് സെക്രട്ടറിയെ സംഘം കാണും. അതിനുശേഷം 3:30 ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. 10 ജില്ലകളിലെയും സാഹചര്യങ്ങൾ പഠിച്ച ശേഷമാണ് ആരോഗ്യമന്ത്രിയെ കാണുന്നത്. പ്രത്യേക നിർദ്ദേശങ്ങൾ ആരോഗ്യമന്ത്രിക്ക് നൽകുമെന്ന് കരുതാം. ശരി, നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.